യുദ്ധം 15-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ പുതിയ നീക്കങ്ങളുമായി ഇറാനും അമേരിക്കയും. ഡോളർ ഒഴിവാക്കി ചൈനീസ് കറൻസിയായ യുവാനിൽ വ്യാപാരം നടത്തുന്ന എണ്ണ ടാങ്കറുകളെ ഹോർമുസ് കടലിടുക്ക് വഴി കടത്തിവിടാനാണ് ഇറാന്റെ നീക്കം. അതിനിടെ ഹോർമുസ് കടലിടുക്കിന് സമീപത്തെ ഖർഗ് ദ്വീപിൽ US ആക്രമണം നടത്തി മിഡിൽ ഈസ്റ്റിലേക്ക് കൂടുതൽ സൈന്യത്തെയും യുദ്ധ കപ്പലുകളും അയക്കാനാണ് US തീരുമാനം. കാർത്തിക് വിവരങ്ങളുമായി ചേരുകയാണ്. കാർത്തിക്, പ്രധാനപ്പെട്ട വിഷയം ഈ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് ഇറാൻ നടത്തുന്ന അതുമായി ബന്ധപ്പെട്ട പ്രതിരോധം തന്നെയാണ്. ലോകരാജ്യങ്ങളെ ഒട്ടാകെ ആശങ്കയിലാക്കിയ ഒരു നീക്കം തന്നെയാണ്. ഇന്ത്യ അടക്കം അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുന്നുമുണ്ട്. ഇപ്പോൾ എന്താണ് ചൈനീസ് കപ്പലുകൾക്ക് ഇളവുണ്ട്? നമുക്കറിയാം, ഇന്നലെ ഇന്ത്യയുടെ 2 ഓയിൽ ടാങ്കറുകൾ കടത്തിവിട്ടിരുന്നു. ഇപ്പോൾ ഇന്ത്യക്കും ചൈനയ്ക്കും മാത്രമാണോ ഇളവ് നൽകിയിരിക്കുന്നത്? രഞ്ജിത്ത്, യുദ്ധം 15-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ അമേരിക്ക കണക്ക് കൂട്ടിയതുപോലെ അല്ല ഇറാന്റെ പ്രതിരോധം. അതിനപ്പുറത്തേക്ക് ഇറാന്റെ പ്രതിരോധം US-ന് വലിയ ആശങ്കകൾ സൃഷ്ടിക്കുന്നു. സമാനമായ റിപ്പോർട്ടുകളാണ് മിഡിൽ ഈസ്റ്റിൽ നിന്നും പുറത്തു വരുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. 15-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ പുതിയ യുദ്ധമുറകളാണ് ഇറാൻ സ്വീകരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അതിലേറ്റവും പ്രധാനം ഹോർമുസ് കടലിടുക്ക് വഴി കടന്നു വരുന്ന കപ്പലുകൾ അതിൽ അമേരിക്കൻ കറൻസിയായ ഡോളറിലല്ല, പകരം ചൈനീസ് കറൻസിയായ യുവാനിൽ വ്യാപാരം നടത്തുന്ന എണ്ണ ടാങ്കറുകൾക്ക് അതുവഴി കടന്നു പോകാൻ അനുമതി നൽകും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. CNN ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. 52 വർഷമായി നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ് പെട്രോൾ ഡോളർ സംവിധാനം. 1974-ലാണ് ഇത് നിലവിൽ വന്നത്. അമേരിക്ക സൗദിക്ക് നൽകുന്ന സൈനിക സംരക്ഷണത്തിന് പകരമായി ഇത്തരത്തിൽ എണ്ണയുടെ വ്യാപാരം ഡോളറിലാക്കിയത് 1970-കളിലാണ്. അങ്ങനെ 52 വർഷത്തിലധികമായി നിലനിൽക്കുന്ന ഒരു സംവിധാനത്തിലാണ് ഇപ്പോൾ ഒരു തന്ത്രപ്രധാനമായ ഒരു മാറ്റം വരുത്താൻ ഇറാൻ ലക്ഷ്യമിടുന്നത്. അത് അമേരിക്കയെ സാമ്പത്തികമായി തകർക്കാൻ കൂടി ലക്ഷ്യമിട്ടാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. സ്വാഭാവികമായും ഇതിനോട് അമേരിക്ക എങ്ങനെ പ്രതികരിക്കും എന്ന് വരും മണിക്കൂറുകളിൽ അറിയണം. നേരത്തെ തന്നെ ചൈനീസ് കറൻസിയിലും അതോടൊപ്പം തന്നെ റഷ്യൻ കറൻസിയിലുമൊക്കെ എണ്ണ വ്യാപാരം നടത്താനുള്ള നീക്കങ്ങൾ, ആ ശ്രമങ്ങൾക്ക് ഇറാൻ വലിയ തോതിൽ പിന്തുണ നൽകിയിരുന്നു. യുദ്ധം അതിൻ്റെ നിർണായകമായ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് സാമ്പത്തികമായി കൂടി ഒരു യുദ്ധമുറ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അപ്പോഴും US വളരെ ശക്തമായ ആക്രമണം ഇറാനെതിരെ തുടരുകയാണ്. ഹോർമുസ് കടലിടുക്കിന് സമീപത്തെ ഖാർഗ് ദ്വീപിൽ US വ്യോമാക്രമണം നടത്തി. ഖാർഗ് ദ്വീപ് ഇറാനെ സംബന്ധിച്ചിടത്തോളം തന്ത്രപ്രധാനമായ ഒരു കേന്ദ്രമാണ്. അവരുടെ ക്രൂഡ് എക്സ്പോർട്ട് ടെർമിനൽ അവിടെയാണ്. അതായത് ക്രൂഡ് ടാങ്കറുകളിലേക്ക് മാറ്റുന്ന തന്ത്രപ്രധാനമായ സ്ഥലം. മാത്രമല്ല, അവിടെ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളും ഉണ്ട്. ഈ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത് എന്നാണ് ട്രംപ് ഇപ്പോൾ അറിയിക്കുന്നത്. ഏതായാലും ഖർഗ് ഐലൻഡിലെ ഇത്തരത്തിൽ US ആക്രമണം നടത്തിയത്, അതിനോട് ഇറാൻ ഈ ഘട്ടം വരെയും പ്രതികരിച്ചിട്ടില്ല. സ്വാഭാവികമായും വരും മണിക്കൂറുകളിൽ ആ പ്രതികരണങ്ങൾ കൂടി നിർണായകമാകും. അത്തരത്തിൽ തന്ത്രപ്രധാന മേഖലകൾ ആക്രമിക്കാൻ മടിക്കില്ല എന്നൊരു സന്ദേശമാണ് US ഇതിലൂടെ നൽകുന്നത്. കാരണം ഇതുവരെ 16 കപ്പലുകളാണ് ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്നതിനിടെ ആക്രമിക്കപ്പെട്ടത്. ആ പശ്ചാത്തലത്തിൽ കൂടി വേണം US-ന്റെ ഇത്തരമൊരു നീക്കത്തെ കാണാൻ. ഖാർഗ് ഐലൻഡിൽ US നടത്തിയ ആക്രമണം അത് സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി മാത്രമായിരുന്നു. സ്വാഭാവികമായും അവിടെ എണ്ണപ്പാടങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ എണ്ണ എക്സ്പോർട്ട് ടെർമിനലുകളുണ്ട്. അവിടെയൊന്നും കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തിയില്ല എന്നതും ശ്രദ്ധേയമാണ്. ഹോർമുസ് കടലിടുക്ക് വഴി കടന്നു വരുന്ന എണ്ണ ടാങ്കറുകൾക്ക് US നാവികസേന സംരക്ഷണം നൽകും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും അമേരിക്ക കണക്ക് കൂട്ടിയതിനപ്പുറത്തേക്കാണ് കാര്യങ്ങൾ. കൂടുതൽ സൈന്യത്തെ മിഡിൽ ഈസ്റ്റിലേക്ക് അയക്കാൻ അമേരിക്ക ലക്ഷ്യമിടുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു യുദ്ധക്കപ്പൽ കൂടി മിഡിൽ ഈസ്റ്റ് ലക്ഷ്യമാക്കി അമേരിക്ക അയക്കുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. USS ട്രിപ്പോളി എന്ന അമേരിക്കയുടെ യുദ്ധക്കപ്പലാണ് മിഡിൽ ഈസ്റ്റിലേക്ക് പുറപ്പെടുന്നത്. അതിൽ 2500 സൈനികരുണ്ടാവും. സ്വാഭാവികമായും നാവികമായി ഇറാനെ കൂടുതൽ നേരിടേണ്ട ഘട്ടമുണ്ട് എന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ് അമേരിക്കയുടെ ഈ തന്ത്രപ്രധാന തീരുമാനങ്ങൾ. എന്തായാലും വരും ദിവസങ്ങളിലും യുദ്ധം ശക്തമായി തുടരും എന്ന സന്ദേശം തന്നെയാണ് ട്രംപ് നൽകുന്നത്. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഇല്ല എന്ന് ഇറാനും വ്യക്തമാക്കുന്നു. എന്തായാലും ഒപ്പം ഈ ഖമേനിയുമായി ബന്ധപ്പെട്ട ചില നീക്കങ്ങൾ അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ടല്ലോ. അമേരിക്ക തുടർച്ചയായി പറയുന്നു മുജ്തബ ഖമേനിക്ക് പരിക്കേറ്റിട്ടുണ്ട്, നിരവധി പ്രശ്നങ്ങൾ ഖമേനി അനുഭവിക്കുന്നുണ്ട്, ഖൊമേനിയെ കണ്ടെത്തണം എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇവരുടെ ഇനിയുള്ള പ്രധാന ടാർഗറ്റ് മുജ്തബ തന്നെയാണ്. മുജ്തബയെ ഇല്ലാതാക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട നീക്കവും അമേരിക്കയുടെ ഭാഗത്തുണ്ടാകുന്നു എന്ന് കരുതണ്ടേ കാർത്തിക്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം വിലയിരുത്താൻ. കാരണം യുദ്ധത്തിൻ്റെ ആദ്യ ദിവസം തന്നെ ഇത്തരത്തിൽ ശക്തമായ ആക്രമണം US നടത്തി. ആ ആക്രമണം തന്നെ പരമോന്നത നേതാവിനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണം ആയിരുന്നു. അതിനുശേഷം ട്രംപ് മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആവശ്യം പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കുമ്പോൾ തൻ്റെ അഭിപ്രായം കൂടി പരിഗണിക്കണമെന്നാണ്. പക്ഷേ അതൊന്നും കണക്കിലെടുക്കാൻ ഇറാൻ ഒരു ഘട്ടത്തിലും തയ്യാറായില്ല. നമ്മൾ ആദ്യ ദിവസം മുതൽ ഇങ്ങോട്ട് ഓരോ ഘട്ടവും എടുത്താൽ
എന്തൊക്കെ US പറയുന്നോ അതിനൊക്കെ വിപരീതമായി ഇറാൻ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഒരു റിജൈം ചേഞ്ച് എന്ന ആവശ്യം മുന്നോട്ട് വെച്ചു, അതിനോട് പ്രതികരിച്ചില്ല. രണ്ടാം ഘട്ടത്തിൽ ആക്രമണം ശക്തമാക്കുമെന്ന മുന്നറിയിപ്പ് നൽകി. അതിനോട് മിഡിൽ ഈസ്റ്റിലെ US-ന്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയുള്ള ആക്രമണങ്ങൾ തുടരുന്നു. മൂന്നാം ഘട്ടത്തിൽ ഇത്തരത്തിൽ ഒരു റിജൈം ചേഞ്ച് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും തൻ്റെ അഭിപ്രായം കൂടി പരിഗണിക്കണം എന്ന് പറഞ്ഞു. മാത്രമല്ല, ഇപ്പോൾ ആക്രമിക്കുന്നതിൻ്റെ ഇരട്ടി ശക്തിയിൽ ഇറാനെ ആക്രമിക്കണമെന്നൊരു മുന്നറിയിപ്പ് ആ ഘട്ടത്തിൽ ട്രംപ് നൽകി. പക്ഷേ അതിനോട് ഇറാന്റെ പ്രതികരണം കടുത്തതായിരുന്നു. ഹോർമൂസ് കടലിടുക്ക് അടച്ചുകൊണ്ടാണ് ഇറാൻ അതിനോട് പ്രതികരിച്ചത്. സ്വാഭാവികമായും ആദ്യഘട്ടം മുതൽ അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾക്കൊക്കെ തന്നെ ഇറാൻ ശക്തമായ ഭാഷയിലാണ് മറുപടി പറയുന്നത്. നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ മുജ്തബയുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ച ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അദ്ദേഹത്തിന് വലിയ തോതിലുള്ള പരിക്ക് ആദ്യ ദിവസത്തെ ആക്രമണത്തിൽ തന്നെ ഉണ്ടായി. പക്ഷേ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറാൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടു. അതായത് ശക്തമായ ആക്രമണം തുടരുമെന്നും പകരം ചോദിക്കുമെന്നുമുള്ള സന്ദേശമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും അങ്ങനെ വരുമ്പോൾ ഉടനൊന്നും ഈ യുദ്ധം അവസാനിക്കില്ല എന്ന് തന്നെയാണ് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. മുജ്തബയും അമേരിക്ക ലക്ഷ്യമിടുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. കാരണം അമേരിക്കൻ സൈനിക വിഭാഗത്തിൻ്റെയും അതോടൊപ്പം തന്നെ അവിടുത്തെ പ്രധാന നേതാക്കളുടെയും വാക്കുകൾ വ്യക്തമാക്കുന്നത് മുജ്തബയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നതും. തീർച്ചയായും അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും യുദ്ധം അവസാനിക്കുന്നില്ല, അതിൻ്റെ പ്രതിഫലനം ലോകമെമ്പാടും കാണുന്നു. 2 ആഴ്ച പിന്നിടുകയാണ്. 15 ദിവസം ഇന്ന് തികയുന്നു യുദ്ധം ആരംഭിച്ചിട്ട്. 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച മാത്രം നീണ്ടു നിൽക്കും. അതിനകം ഇറാനെ തീർക്കുമെന്ന് പറഞ്ഞ അമേരിക്കയ്ക്ക് ഇപ്പോൾ കാര്യങ്ങൾ തിരിച്ചടിയാകുന്നു എന്നുള്ള സൂചനകൾ കൂടിയാണ് ഈ പുറത്തു വരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതും നിർണായകമാണ്.